ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 51. ശ്ലീഹന്മാരുടെ നടപടി പുസ്തകം 2-ാമത്തെ അധ്യായം 39 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുന്ന വിദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണല്ലോ. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവർക്കും ഭയമായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് തങ്ങൾക്കുള്ള സകലതും പൊതുവക എന്ന് കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി പങ്കിടുകയും ഒരു മനസ്സോടെ ദിനംപ്രതി ദേവാലയത്തിൽ ഒന്നിച്ചു വരികയും വീട്ടിൽ അപ്പം മുറിക്കുകയും ആഹ്ലാദത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും സംപ്രീതി അനുഭവിക്കുകയും ചെയ്തു. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പത്രോസിന്റെ പെന്തക്കൊസ്ത പ്രസംഗവും അതിന് ജനങ്ങൾ നൽകിയ പ്രസാദാത്മകമായ പ്രതിസ്പന്ദവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിന്റെ തുടർച്ചയാണ്. അപ്പോൾ 38-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. പത്രോസ് അവരോട് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അത്ര വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. പരിശുദ്ധാത്മാവ് എന്ന ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുന്ന വിദൂരസ്ഥരായ ഏവർക്കും ഉള്ളതാണല്ലോ. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും ജ്ഞാനസ്നാനത്തിന്റെ, അതായത് മാമോദിസായുടെ ഗുണങ്ങൾ ലഭ്യമാണ് എന്നർത്ഥം. ഇക്കാരണത്താൽ ശ്ലീഹന്മാർ കുടുംബത്തിലെ സകലരെയും സ്നാനപ്പെടുത്തി. ശ്ലീഹന്മാർ നടപടി 16:15, 16:33, 1 കൊരിന്തോസ് 1:16, കത്തോലിക്ക സഭയുടെ മതബോധനം 12:52 നിങ്ങൾക്ക് വായിക്കാം. ഇവിടെയൊന്നും ശിശുക്കളൊഴികെ കുടുംബത്തിലെ എല്ലാവരെയും എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ശിശുക്കൾ ഒഴികെ എന്ന് പറഞ്ഞിട്ടില്ല. ശിശുക്കളെയും കുടുംബത്തിലെ മുഴുവൻ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, അത് ശിശുക്കളാകാം മുതിർന്നവരാകാം എല്ലാവരുമാകാം. ലൂക്കാസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങളില് നവജാത ശിശുക്കളെ മാതാപിതാക്കള് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അവൻ അവരെടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് ആശീർവദിക്കുന്നതിന് വേണ്ടി നവജാത ശിശുക്കളെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ബ്രേഫാസ് എന്നാണ് അതിന്റെ ഗ്രീക്ക്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ നവജാത ശിശുക്കളെ പോലെയാണ് കർത്താവിനെ സ്വീകരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. നവജാത ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് 8 ദിവസം വരെ പ്രായമായവര്. 8-ാം ദിവസം, അതായത് പരിച്ഛേദനം 8-ാം ദിവസമായിരുന്നു. അത് തൊട്ട് പിന്നെ നവജാത ശിശുക്കൾ എന്ന് വിളിക്കില്ല, ശിശുക്കൾ എന്ന് വിളിക്കും. അപ്പൊ നവജാത ശിശുക്കളെ മാതാപിതാക്കൾ കൊണ്ടുവന്നു യേശുവിന്റെ അടുക്കല്, ജനിച്ചിട്ട് 8 ദിവസം പ്രായമാകുന്നതിന് മുൻപ്. ഇത് ലൂക്കാസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ നവജാത ശിശുക്കളെ കർത്താവ് സ്പർശിക്കുകയും കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുകയും വേണമെന്നാണ് സുവിശേഷങ്ങളും ഇപ്പോൾ ശ്ലീഹന്മാർ നടപടിയും പറയുന്നത്. എന്നിട്ടും ശിശുമാമോദിസയെ എതിർക്കുന്ന കുറച്ച് പേരുണ്ട്. പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, അങ്ങനെയുള്ള കുറെ പേര്. അവരതിന് ന്യായമായിട്ട് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 16:17 വിശ്വസിക്കുന്നവർക്ക് സ്നാനം കൊടുക്കുക. തീർച്ചയായിട്ടും വിശ്വസിക്കുന്നവർക്ക് സ്നാനം കൊടുക്കണം. അത് മുതിർന്നവരുടെ സ്നാനം. അതായത് മറ്റ് മതത്തിൽപ്പെട്ടവര് കർത്താവിന് സുവിശേഷം കേട്ട് മാമോദിസ സ്വീകരിക്കുമ്പോൾ അപ്പൊ ഒരു മുതിർന്നവരാണ്. ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്നുള്ളവർക്ക് ഈ സ്നാനം സ്വീകരിക്കേണ്ടത് നവജാത ശിശുക്കളെ എന്ന പോലെയാണ്. മാത്രമല്ല, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണെന്ന കർത്താവ് പറഞ്ഞേ. അത് നമ്മുടെ കാര്യത്തിലാണ് കുറെ കൂടി ശരി. ഈ വിശ്വസിക്കുന്നവർക്ക് സ്നാനം കൊടുക്കുന്നത് അവർ കർത്താവിനെ തെരഞ്ഞെടുക്കുക. നമ്മുടെ കാര്യത്തിൽ നാം കർത്താവിനെ തെരഞ്ഞെടുക്കല്ല, കർത്താവ് നമ്മെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിനും ഓരോ വചനങ്ങളുണ്ട്. ഒരു വചനം എടുത്തിട്ട് എല്ലാവിടേക്കും അവർ ഇങ്ങനെ പ്രയോഗിക്കുന്നതാണ് പെന്തക്കോസ്തക്കാരുടെയും ദൈവസഭക്കാരുടെയും യഹോവ സാക്ഷികളൊക്കെ തെറ്റ്. ഏത് വചനം എവിടേക്കാണ് ചേരുക എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ.
മാമോദിസായെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് തീത്തോസിന്റെ ലേഖനം 3:5 പുനരുജ്ജീവനത്തിന്റെ സ്നാനം എന്നാണ്. വാഷിംഗ് ഓഫ് റീജനറേഷൻ, പുനരുജ്ജീവനം. പിന്നെ പരിശുദ്ധാത്മാവിന്റെ നവീകരണം എന്നും പൗലോസ് പറയുന്നുണ്ട്. റിന്യൂവൽ ഇൻ ദ ഹോളി സ്പിരിറ്റ്. രക്ഷിക്കപ്പെടുന്നത് മാമോദിസയിലൂടെയാണെന്ന് പത്രോസും പൗലോസും വ്യക്തമാക്കുന്നു. കാരണം യേശുക്രിസ്തുവിലേക്കുള്ള സ്നാനപ്പെടലാണ് മാമോദിസ, വെള്ളത്തിലേക്കുള്ള മുങ്ങലല്ല മാമോദിസ. അത് സ്നാപയോഹന്നാന്റെ സ്നാനമാണ്. യേശുക്രിസ്തുവിലേക്കുള്ള യേശുവിന്റെ നാമത്തിലേക്കുള്ള ഉൾച്ചേരലാണ്, സ്നാനപ്പെടലാണ് മാമോദിസ. യേശുക്രിസ്തുവിന്റെ രഹസ്യത്തിലേക്കുള്ള ആവാഹനമാണത്. ഈ രഹസ്യമായിട്ട് എല്ലാവരും ബാധിക്കുന്നതാണ്. ചുരുക്കത്തില് 3 സംഗതികളാണ് മാമോദിസയിൽ സംഭവിക്കുന്നത്. നമ്മുടെ കുറ്റങ്ങളിൽ നിന്നുള്ള മോചനം, അതായത് ഉത്ഭവപാപവും കർമ്മപാപവും മോചിക്കപ്പെടുന്നു. നമ്മളെല്ലാവരും ജനിക്കുന്നത് ഉത്ഭവപാപത്തിലാണ്. ആദാം തൊട്ട് ഇന്ന് വരെ സകലരും പാപം ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു പാപാവസ്ഥ ലോകത്തിലുണ്ട്. ആ പാപാവസ്ഥയും മറികടന്നിട്ട് ആർക്കും തന്നെ ജനിക്കാൻ കഴിയില്ല. മാത്രമല്ല ആദാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. റോമാലേഖനം 5:12 വെളിച്ചത്തില് ഈ ആദ്യ മനുഷ്യനായ ആദാം ഒരു മാനദണ്ഡമായിരുന്നു. അവസാന മനുഷ്യനായ യേശുവും മാനദണ്ഡം തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഈ ആദാം എന്ന മനുഷ്യൻ ഉൾച്ചേർന്നിരുന്നു. അതുകൊണ്ട് അവന്റെ തെറ്റ് വ്യക്തിപരമായ തെറ്റല്ല, വ്യക്തിപരമായ തെറ്റുമാണ്. എന്നാൽ മനുഷ്യവംശത്തിന്റെ പാപമായതുകൊണ്ട് അയാളിൽ നിന്ന് ജനിച്ച മക്കൾക്ക് എല്ലാവർക്കും തന്നെ ഈ പാപാവസ്ഥയുണ്ട്. അത് ജനനത്തിൽ കിട്ടുന്ന, നമ്മൾ ചെയ്യുന്ന ഒരു പാപമല്ല, ജനനത്തോടെ നമുക്ക് കിട്ടുന്ന ഒരു പാപാവസ്ഥയാണ്. ഇതിനെയാണ് ജന്മപാപം അല്ലെങ്കിൽ ഉത്ഭവപാപം എന്നൊക്കെ വിളിക്കുന്നത്. ആ ഉത്ഭവപാപത്തിൽ നിന്നും പിന്നെ നമ്മൾ ഏതെങ്കിലും കർമ്മപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രവൃത്തികൾ കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾക്കുള്ള മോചനവും ലഭിക്കുകയാണ്. ഇതാണ് മാമോദിസയിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം. 2, ദൈവിക ജീവന്റെ കൃപാവരം അത് നമ്മിൽ നിറയ്ക്കുന്നു. നമ്മളെ ഈ ദൈവിക ജീവൻ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവെന്ന ദാനം, വരപ്രസാദം അത് നമ്മിൽ നിറയ്ക്കുന്നു. അതായത് നമ്മൾ ദൈവത്തിന്റെ മക്കളായി ദത്തെടുക്കപ്പെടുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 12:26, 12:62, 14:27. അപ്പോൾ നമ്മുടെ കുറ്റത്തിൽ നിന്ന് മോചനം, അതായത് ഉത്ഭവവും കർമ്മഭാവവും മോചിക്കപ്പെടുന്നു. ദൈവത്തിന്റെ കൃപാവരം, അതായത് ദൈവിക ജീവൻ വരപ്രസാദം നമ്മിൽ നിറയ്ക്കുന്നു. നമ്മെ ദൈവത്തിന്റെ മക്കളായി ദത്തെടുക്കുന്നു. നാം ജനിക്കുന്നത് ദൈവമക്കളാണ്, എല്ലാവരും ദൈവമക്കളാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ പാപത്തിലാണ് ജനിക്കുന്നത് എന്നതിനാൽ ദൈവത്തിന്റെ സ്വാഭാവിക ഛായ നമുക്കുണ്ടെങ്കിലും ധാർമ്മിക ഛായ നമുക്കില്ല. അത് ആദാമിന് ഹവ്വയ്ക്ക് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മളൊക്കെ ജനിക്കുന്നത് ധാർമ്മിക ഛായയിൽ അതിൽ വികൃതമായിട്ടാണ്. അത് മാറ്റുകയാണ് മാമോദിസയിൽ. എന്നിട്ട് നമ്മളെ ദൈവത്തിന്റെ മക്കളായി ദത്തെടുക്കപ്പെടുകയാണ്. നമ്മൾ സ്വാഭാവികമായി ദൈവത്തിന്റെ മക്കളല്ല. സ്വാഭാവികമായിട്ട് ദൈവത്തിന്റെ പുത്രൻ ഒറ്റ ആളേ ഉള്ളൂ, അത് ഈശോ മിശിഹയാണ്. ഈശോ മിശിഹ തന്നിലേക്ക് നമ്മൾ ഉൾച്ചേർത്തുമ്പോൾ നാം ദത്തെടുക്കപ്പെടുകയാണ് ദൈവത്തിന്റെ മക്കളായിട്ട്. 1547 ട്രെന്റ് സൂനോദോസ്, ഇറ്റലിയിലെ ട്രെന്തോ എന്ന സ്ഥലത്ത് വെച്ച് കൂടിയ സൂനോദോസ് ആയതുകൊണ്ടാണ് ട്രെന്റ് സൂനോദോസ് പറയണേ. മാമോദിസയെ നമ്മുടെ നീതിമൽക്കരണത്തിന്റെ കൂദാശ, സാക്രമെന്റ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. നമ്മുടെ കുറ്റകൃത്യം കഴുകിക്കളയാനും ദൈവിക ജീവന്റെ കൃപാവരം നമ്മിൽ നിറയ്ക്കാനും നമ്മെ ദൈവപുത്ര ദത്തെടുക്കാനും ക്രിസ്തു ഉപയോഗിച്ച മാർഗമാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കത്തോലിക്ക സഭയുടെ മതബോധനം 12:26, 12:62, 12:47 ഒക്കെ. ഫ്ലോറൻസ് സൂനോദോസ് ഇതിനെ വിശേഷിപ്പിച്ചത് വീത്തെ സ്പിരിച്വാലിസ് ഇയാനുവ എന്നാണ്. വീത്തെ സ്പിരിച്വാലിസ് ഇവാനുവ എന്ന് വെച്ചാൽ ദ ഗേറ്റ് വേ ടു ലൈഫ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനുള്ള ജീവിതത്തിലേക്കുള്ള കവാടമാണിത്. ആത്മാവിലുള്ള ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടം. അത് ജീവിതത്തിന്റെ ആരംഭ നിമിഷം മുതലല്ലേ വേണ്ടത്? ഏറ്റവും ആരംഭ നിമിഷത്തിലാണ് വേണ്ടത്. യേശുക്രിസ്തുവും നിക്കോദമസും തമ്മിൽ സംഭാഷണത്തില് യേശുക്രിസ്തു പറഞ്ഞു, ഈ നിക്കോദമസിനോട് പറഞ്ഞു, യു ഹാവ് ടു ബി ബോൺ അനോഥൻ. അനോഥൻ എന്നത് ഒരു ഗ്രീക്ക് വാക്കാണ്. അതിന് 2 അർത്ഥമുണ്ട്. എഗെയിൻ എന്ന അർത്ഥമുണ്ട്, എബവ് എന്ന അർത്ഥമുണ്ട്. എഗെയിൻ എന്ന് വെച്ചാൽ വീണ്ടും. നിക്കോദമസ് യേശുവിന്റെ വചനങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു, അതെങ്ങനെ സാധിക്കും? വീണ്ടും എങ്ങനെ ജനിക്കാൻ കഴിയും? ഞാൻ പ്രായമേറിയ ഒരു മനുഷ്യനാണ്, ഇനി അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണല്ലോ നിക്കോദമസ്. അപ്പൊ യേശു പറഞ്ഞു, അനോഥൻ എന്ന വാക്കിന് ആ അർത്ഥമല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് ഉന്നതത്തിൽ നിന്ന് ജനിക്കണം. യു ഹാവ് ടു ബി ബോൺ അനോഥൻ എന്നതിന് യു ഹാവ് ടു ബി ബോൺ അഗെയിൻ എന്നല്ല അർത്ഥം,
മറിച്ച് യു ഹാവ് ടു ബി ബോൺ ഫ്രം അബാവ്, ഉന്നതത്തിൽ നിന്ന് ജനിക്കണം. നമ്മുടെ നാട്ടിൽ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടരുണ്ട്. യൂറോപ്പിലൊക്കെ ഉണ്ട് ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, അതായത് വീണ്ടും ജനനത്തിന്റെ ക്രിസ്ത്യാനികൾ. അവര് ഈ നിക്കോദെമസിന്റെ ആളുകളാണ്. നിക്കോദെമസ് കർത്താവിനെ തെറ്റിദ്ധരിച്ചതുപോലെ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് കർത്താവിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിക്കോദെമസ് എന്താ വിചാരിച്ചത്? വീണ്ടും ജനിക്കണമെന്ന്. അത് പ്രയാസമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? വീണ്ടും ജനിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് ജനിക്കണമെന്നാണ്. ആത്മാവിനാലും ജലത്താലും ജനിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ ഉന്നതം എന്നത് പരിശുദ്ധാത്മാവിനുള്ള ഒരു പര്യായ പദമാണ്. ആത്മാവിന്റെ മനുഷ്യനാണ്, സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനാണ് യേശു. ആ സ്വർഗത്തിലുള്ള മനുഷ്യനായ യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചതാണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് ജനിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്, വീണ്ടും ജനിക്കണമെന്നല്ല. അതിനാൽ ഈ പുനരുജ്ജീവൻ എന്ന് പറയുന്നത് പോലും വീണ്ടും ജനനമല്ല, ഉന്നതത്തിൽ നിന്ന് ജനനമാണ്. ജനനമാണത്. ജനനം എപ്പോഴാണ് നടക്കേണ്ടത്? ഏറ്റവും തുടക്കത്തിൽ, ഏറ്റവും ആരംഭത്തിൽ. അതായത് നമ്മള് മാനുഷിക മാതാപിതാക്കൾ ജനിച്ചു, ബയോളജിക്കലായിട്ട്, ജീവശാസ്ത്രപരമായിട്ട്. എത്രയും പെട്ടെന്ന് ഉന്നതത്തിൽ ജനിക്കണം, ദൈവത്തിൽ ജനിക്കണം. എങ്കിലേ ദൈവത്തിന്റെ ദത്തെടുക്കപ്പെട്ട മക്കളായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഉന്നതത്തിൽ നിന്നുള്ള ജനനം എത്രയും പെട്ടെന്നാണ് വേണ്ടത്. ജനനം പെട്ടെന്നാണ് വേണ്ടത്. വീണ്ടും ജനനമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവര് മുതിർന്നവരെ സ്വീകരിക്കാവുന്നൊക്കെ ഇവർ പറയുന്നത്. ഞാൻ ഈ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികള്, ക്രിസ്റ്റഡൽഫിയൻസ്, ബോണഗൻ ക്രിസ്ത്യൻസ് ഒക്കെ പറയുന്നതിന് കാരണം അവരുടെ ദേഷ്യം ഉണ്ടായിട്ടല്ല. അവർക്ക് ട്രെയിനിങ് കിട്ടുന്നത് കത്തോലിക്കർ എങ്ങനെയെങ്കിലും ആക്രമിച്ചിട്ട്, അതായത് ആശയം കൊണ്ട് ആക്രമിച്ചിട്ട് അവരിൽ നിന്ന് ആളുകൾ ചാക്കിട്ട് പിടിക്കാനാണ്. അങ്ങനെ ഒരു പരിശീലനമാണ് അവർക്ക് കിട്ടുന്നത്. കത്തോലിക്കർക്ക് അങ്ങനെ പരിശീലനം ഇല്ലാത്തത് കൊണ്ട് അവർ വന്ന് ചില വചനങ്ങൾ പറയുമ്പോൾ കത്തോലിക്കര് ആകെ ആശയക്കുഴപ്പത്തിലാകും. അങ്ങനെ ആകാതിരിക്കാനും നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാനും കത്തോലിക്കർക്ക് പരിശീലനം നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ അവരെ പറയുന്നത്. അല്ലാതെ അവരോട് യാതൊരു വിരോധം ഉണ്ടായിട്ടല്ല. അവർ എത്രയും പെട്ടെന്ന് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം മൂലമാണ് ഞാനിത് പറയുന്നത്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ അപ്പസ്തോലന്മാരെ കുടുംബത്തിലെ എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ജ്ഞാനസ്നാനം നൽകി. അധപതിച്ച മനുഷ്യ സ്വഭാവത്തിലേക്കും ഉത്ഭവപാപത്തിന്റെ കറപുരണ്ടതുമായ മനുഷ്യ സ്വഭാവത്തിലേക്ക് പിറന്നു വീഴുന്ന മക്കളെ അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്നും വിടുവിക്കാനും ദൈവമക്കളെ സ്വാതന്ത്ര്യത്തിൽ നയിക്കാനും മാമോദിസ അത്യന്താപേക്ഷിതമാണ്. കുഞ്ഞുങ്ങൾക്ക് മാമോദിസ നിഷേധിക്കുന്ന മാതാപിതാക്കളും സഭാ സമൂഹങ്ങളും വിലമതിക്കാനാവാത്ത ദൈവകൃപയാണ് തങ്ങളുടെ മക്കൾക്ക് നിഷേധിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 12:50-51. നമ്മൾ വീണ്ടും പത്രോസിന്റെ വചനത്തിലേക്ക് പോകുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുന്ന വിദൂരസ്ഥര ഏവർക്കും ഉള്ളതാണല്ലോ ഈ ദാനം. ഏത് ദാനം? പരിശുദ്ധാത്മ ദാനം. ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുന്ന, ആത്യന്തികമായി സഭയുടെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. ആത്യന്തികമായി സഭയുടെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. ഇസ്രായേൽ ഗ്രഹത്തിന് പുറത്തേക്കും ക്രിസ്തുവിന്റെ സുവിശേഷം പോകാൻ ദൈവം തിരുമനസ്സാകുന്നു. അത് വളരെ വിപുലമായ തോതിൽ നടത്താൻ വേണ്ടി പൗലോസിനെ വിളിക്കും. കർത്താവ് ചെറിയ തോതിൽ തുടങ്ങി വെക്കുന്നുണ്ട്. ഈ സിറിയ നാട്ടിൽ പോയി സീറോ ഫിനിഷൻ 3 അങ്ങനെ കുറച്ചു പേർക്ക് രണ്ടാമത്തെ അപ്പം വർധനയൊക്കെ നടത്തി. അങ്ങനെ കുറച്ചു പേർക്കൊക്കെ കർത്താവ് തുടങ്ങി വെക്കുന്നുണ്ട്. പക്ഷെ വിജാതിയർക്കുള്ള സുവിശേഷം വിപുലമായ തോതിൽ അത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് പൗലോസിനെ വിളിക്കുന്നത്. അപ്പോൾ വിദൂരസ്ഥർ എന്ന് പറഞ്ഞാൽ വിജാതിയരാണ് ഉദ്ദേശിക്കുന്നത്, പുറജാതിക്കാര്, യഹൂദരല്ലാത്തവര്. അങ്ങനെ അവരിലേക്ക് പോയത് കൊണ്ടാണ് നമുക്കൊക്കെ സുവിശേഷം കിട്ടിയത്. യഹൂദർക്ക് പുറത്തേക്ക്, യഹൂദ സമുദായത്തിന് പുറത്തേക്ക്, ഇസ്രായേൽ സമൂഹത്തിന് പുറത്തേക്ക് സുവിശേഷം പോയത് കൊണ്ടാണ് നമ്മളൊക്കെ ക്രിസ്ത്യാനികളായത്. അപ്പോ കർത്താവ് വിദൂരസ്ഥരായ നമ്മെയും അവന്റെ സഭയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കർത്താവ് വിളിച്ചു വരുത്തിയ സമുദായമാണ്, വിളിച്ചുകൂട്ടിയ സമുദായമാണ് സഭ. അത് നശിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അകത്തുള്ളവരും പുറത്തുള്ളവരും. അകത്തുള്ളവരെ കൂട്ടിപ്പിടിച്ചിട്ട് മറ്റ് മതസ്ഥരും ഇതിനെ തകർക്കാൻ നോക്കുന്നുണ്ട്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം തീർച്ചയായിട്ടും ചില കേടുപാടുകളൊക്കെ സംഭവിക്കും. ഈ പിശാചുമായുള്ള സാത്താനുമായ ആ പോരാട്ടത്തില് അവൻ നിന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയുടെ കുതികാൽ പരിക്കേൽപ്പിക്കാൻ സാത്താൻ ശക്തികൾക്ക് കഴിയും, പൈശാചിക ശക്തികൾക്ക് കഴിയും. പക്ഷേ അങ്ങനെ മുറിവേൽപ്പിക്കുന്ന പ്രക്രിയയിലാണ് അതിന്റെ തല തകർക്കുക, നമ്മള് പിശാചിന്റെ തല തകർക്കുക. അതുകൊണ്ട് സഭയ്ക്ക് കേടുപാടുകൾ വരുത്താനായിട്ട് ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ കഴിയും. പക്ഷേ ആത്യന്തികമായ നിയന്ത്രണം കർത്താവിന്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തുന്ന വിദൂരസ്ഥർ എന്ന് പറയുന്നത്. ദൈവമായ കർത്താവാണ് വിളിച്ചു വരുത്തുന്നത്. വിദൂരസ്ഥരായ ആ വാക്കിനർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 2 ധ്വനികളാണ് ശരിക്കുള്ളത്. ഒന്ന്,
ഇസ്രായേൽ ദേശത്ത് ചിതറിപ്പോയി യഹൂദര്. അതായത് യെശയ്യായുടെ പുസ്തകം 57:19 പറയുന്നുണ്ടല്ലോ. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം, സോളമന്റെ മരണത്തിന് ശേഷം ഈ അന്നത്തെ ഐക്യ ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. നോർത്തേൺ കിങ്ഡവും സദേൺ കിങ്ഡവും. വടക്കുള്ള രാജ്യത്തിന് ഇസ്രായേൽ എന്നും തെക്കുള്ള രാജ്യത്തിന് യൂദയ എന്നും പറയും. വടക്കുള്ള രാജ്യം ഇസ്രായേലിന്റെ തലസ്ഥാനമായിരുന്നു സമാരിയ. തെക്കുള്ള രാജ്യത്തിന്റെ യഹൂദ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ജെറൂസലേം. ഈ 722 BC 722-721 കാലയളവിൽ അസീറിയക്കാര്, ഇപ്പോഴത്തെ ഇറാൻ ഒക്കെയുള്ള ആ പ്രദേശ ആൾക്കാര് വടക്കൻ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അങ്ങനെ സമാരിയ വീണു. ഈ വടക്കൻ രാജ്യത്താണ് 10 ഗോത്രങ്ങൾ താമസിച്ചിരുന്നത്. തെക്ക് യൂദയായില് യഹൂദ ഗോത്രവും പിന്നെ ബെഞ്ചമിൻ ഗോത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 10 ഗോത്രങ്ങളും 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങളും ജീവിച്ചിരുന്നത് ഇസ്രായേലിലാണ്. അവര് ഈ അസീറിയക്കാരുടെ ആക്രമണത്തോടെ അവർ ചിതറിക്കപ്പെട്ടു. ഇതാണ് ചിതറിപ്പോയ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത്. ഇസ്രായേലിന് ചിതറിക്കപ്പെട്ടു പോയ മക്കള്, അവരെ വിദൂരസ്ഥർ എന്ന് തന്നെ പറയാം. അവരിങ്ങനെ നാനാ രാജ്യങ്ങളിലേക്ക് അവര് കുടിയേറി പാർത്തു. അങ്ങനെയാണ് ഇന്ത്യയിലും യഹൂദന്മാരൊക്കെ വന്നത്. ആ യഹൂദന്മാരുടെ അടുത്തേക്കാണ് തോമസ് ലീഗ വന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന് കാരണം അതാണ്. രണ്ടാമത്തെ ഒരർത്ഥം, ഈ വിദൂരസ്ഥർ എന്ന വാക്കിന് രണ്ടാമത്തെ ഒരർത്ഥം ലോകമാസകലമുള്ള വിജാതീയ കുടുംബം എന്നാണ്. ലോകമാസകലമുള്ള വിജാതീയ കുടുംബം. എഫേസ്യ ലേഖനം 2:17 അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വീണ്ടും പെത്രോസിന്റെ വാക്കുകൾ, ശ്ലീഹന്മാർ നടപടി പുസ്തകത്തിലെ വാക്കുകൾ. അവൻ പെത്രോസ് മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവരെ ഉപദേശിക്കുകയും ചെയ്തു. വക്രതയുള്ള തലമുറ. തന്റെ തലമുറയെ യേശു ഇതുപോലെ പറയുന്നുണ്ട്, ഇത് വക്രതയുള്ള തലമുറയാണെന്ന്, ലൂക്കാസ് 9:41. പിന്നീട് പൗലോസും പറയുന്നുണ്ട് വക്രതയുള്ള തലമുറയിലാണ് താൻ ജീവിക്കുന്നതെന്ന്, ഫിലിപ്പിയ ലേഖനം 2:15. മോശയുടെ കീർത്തനത്തിലും ഈ ശൈലി കാണാം. അവിടെയാണ് ആദ്യമായിട്ട് ഈ ശൈലി കാണുന്നത്. നിയമാവർത്തന പുസ്തകം 32:5. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ തലമുറ ചിഹ്നപ്പെടുത്താനാണ് മോശ ഇത് ഉപയോഗിച്ചത്. അതായത് എല്ലാ തലമുറയിലും വക്രതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉത്ഭവപാപത്തിന്റെ ഫലമായിട്ട് വക്രതയുള്ള സമുദായത്തിലാണ് ഈ തലമുറകളാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. വക്രതയുള്ള തലമുറയില് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. വക്രതയുള്ള തലമുറയിൽ എല്ലാവരും ജീവിക്കുന്നത്. അത് രക്ഷിക്കപ്പെടുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഈ വക്രതയുള്ള തലമുറയിൽ ജീവിക്കുന്നത്. അതൊരു വലിയ വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ രക്ഷിക്കപ്പെടുവൻ എന്നാണ് പെത്രോസ് പറയുന്നത്. അത് ആ വാക്ക് കേട്ടിട്ട് ആ ദിവസം തന്നെ 3000-ഓളം പേര് സഭയോട് ചേർന്നു. 3000-ഓളം പേര് പെന്തക്കോസ്ത് ദിവസം. ഒറ്റയടിക്ക് 3000 പേരെ സ്നാനപ്പെടുത്തിയെന്നോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എവിടെയാണ് സ്നാനപ്പെടുത്തിയെന്ന് ചോദിച്ചതാ. അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒറ്റയടിക്ക് ഈ 3000 പേരെ സ്നാനപ്പെടുത്തിയെന്ന് അവിടെ എഴുതിയിട്ടില്ല. എല്ലാവരും ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ സ്നാനം സ്വീകരിച്ചുവെന്നും എഴുതിയിട്ടില്ല. എല്ലാവരെയും സ്നാനപ്പെടുത്തിയത് പെത്രോസ് തന്നെയാണെന്നും എഴുതിയിട്ടില്ല. പെന്തക്കോസ്ത് തിരുനാൾ ദിവസം തന്നെ 3000 പേർ സ്നാനം ഏറ്റു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പല സ്ഥലത്ത് വെച്ചായിരിക്കാം, പല സ്ലീഹന്മാരിൽ നിന്നായിരിക്കാം. അതേസമയം എല്ലാവരും പത്രോസിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു എന്ന കാര്യം നിഷേധിച്ചിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ ഒരല്പം തുറന്ന രീതിയിലാണ് ആ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ 3000 പേരെ സ്നാനപ്പെടുത്തിയിരിക്കാൻ സാധ്യത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 41-ാം വാക്യം. അവന്റെ വചനം കൈക്കൊണ്ടവർ, പത്രോസിന്റെ വചനം കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകൾ അവനോട് ചേർന്നു. ആളുകൾ എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സീക്കെ എന്നാണ്. സീക്കെ, സൈക്കോളജി എന്ന വാക്ക്, മനഃശാസ്ത്രം എന്നുള്ള വാക്ക് സീക്ക് എന്ന് വരുന്നതാണ്. ആളുകളെന്നോ ആത്മാവുകളെന്നോ അന്ന് ഭാഷപ്പെടുത്താം. 3000 ആളുകൾ അവരോട് ചേർന്നുവെന്നോ 3000 ആത്മാവുകൾ അവരോട് ചേർന്നുവെന്നോ ആ വാക്കിന് അർത്ഥമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ ഒരല്പം തുറന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് ലൂക്കാസ് ഈ ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിലെ ഈ വചനങ്ങൾ എഴുതിയിരിക്കുന്നത്. 42-ാം വാക്യം. അവർ ഇങ്ങനെ അവരോട് ചേർന്നവർ, ആ ആത്മാവുകൾ, അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. ജെറൂസലമിലെ ആദ്യത്തെ വിശ്വാസി സമൂഹത്തിൽ വെളിപ്പെടുന്ന സഭാജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പെരുമാറ്റച്ചട്ടമാണ് ഈ 4 കാര്യങ്ങൾ. സഭയുടെ സത്താപരമായ പ്രവൃത്തികൾ തന്നെയാണ് ഈ 4 കാര്യങ്ങൾ. സഭയുടെ സത്താപരമായ പ്രവൃത്തികൾ 4ആണ്. സഭാജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ? സഭയിലായിരിക്കണമെങ്കിൽ, കത്തോലിക്ക സഭയിലായിരിക്കണമെങ്കിൽ
ഉണ്ടാകേണ്ട 4 കാര്യങ്ങൾ. ഒന്ന്, അപ്പസ്തോലന്മാരുടെ പ്രബോധനം. ഗ്രീക്കില് ഡിഡാഹെ എന്നാണ്. ഡിഡാഹെ അപ്പസ്തോലന്മാരുടെ സൈദ്ധാന്തിക മതബോധനത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡോക്ട്രൈനൽ കാറ്റക്കേസിസ്. 5:28 സ്ലീഹന്മാർ നടപടി 5:28, 13:12, 17:19 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അപ്പസ്തോലന്മാരുടെ സൈദ്ധാന്തിക മതബോധനം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമത്തിലും സഭയുടെ പ്രബോധനത്തിലുമാണ്. അവ കേൾക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പുതിയ നിയമത്തിലുണ്ട്. പിന്നെ സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പുതിയ നിയമം സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ തുണയുള്ള സമുദായമാണ്, ആരാധന സമൂഹമാണ് സഭ. പരിശുദ്ധാത്മാവിന്റെ തുണയുള്ളത്. അതിനാൽ തന്നെ ഈ വചനം, കർത്താവിന്റെ ഈ പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം സഭയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ വചനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിശ്വാസ സംഹിതകൾ എന്ത്, വിശ്വാസ പ്രമാണങ്ങൾ എന്ത് എന്ന് പരിശുദ്ധാത്മാവിന്റെ തുണയിൽ വ്യാഖ്യാനിക്കുന്നതും പകർന്നു നൽകുന്നതും സഭയാണ്. അതിനെയാണ് അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറയണേ. പുതിയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയതും മാത്രമല്ല, സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന സജീവ സമുദായമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ തുണയിൽ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന സംഗതികളുടെ ആഴത്തിലേക്ക് ഇറങ്ങി അവിടെയുള്ള മുത്തുകൾ കണ്ടെത്തി അതിനൊരു വിശ്വാസ പ്രമാണത്തിന്റെയും വിശ്വാസ സമഗ്രതയുടെയും രൂപം കൊടുത്ത് വ്യാഖ്യാനിക്കുന്നത് സഭയാണ്. അതാണ് ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന് നൽകിയിരിക്കുന്നു പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം വചനം വ്യാഖ്യാനിക്കാനുള്ള ആത്യന്തിക അധികാരം പത്രോസിനും പിൻഗാമികളായി മാർപ്പാപ്പിക്കുമെന്നാണ്. അതിനാണ് മജിസ്റ്റേരിയം എന്ന് നമ്മൾ വിളിക്കുന്നത്, സഭയുടെ പ്രബോധന അധികാരം. അപ്പോൾ ഇത് വിശ്വസിക്കുകയും അത് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയാൽ, എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും കത്തോലിക്ക സഭയിൽ വിട്ടുപോയാൽ സ്ലീഹന്മാരുടെ പ്രബോധനത്തിൽ നിന്നാണ് വിട്ടുപോണേ. എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും യേശുവിന്റെ ഡിഡാഹയുടെ പ്രബോധനത്തിന്റെ ജൈവ തുടർച്ചയാണ് സ്ലീഹന്മാരുടെ പ്രബോധനം. ആ ജൈവിക തുടർച്ചയിലായിരിക്കാത്തവർ യേശുവിന്റെ ഡിഡാഹയിൽ നിന്ന്, പ്രബോധനത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കുന്നവരാണ്. അവര് യേശുവിന്റെ സഭയിൽ പെട്ടവരല്ല. അത് പ്രോട്ടസ്റ്റന്റുകാരാണെങ്കിലും മറ്റാരാണെങ്കിലും എന്ത് ന്യായം പറഞ്ഞിട്ടാണെങ്കിലും. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയിൽ ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 2, കൂട്ടായ്മ. കൊയിനോണി എന്നാണ് വാക്ക് നിങ്ങൾക്കറിയാം. ഗ്രീക്കില് വചനം വായിക്കുന്നതും പഠിക്കുന്നതും കൂട്ടായ്മയിലേക്ക് നയിക്കുന്നു. ഒരേ വചനം സ്വീകരിച്ചവരുടെ കൂട്ടായ്മയാണിത്. സുവിശേഷം സ്വീകരിച്ചവർ മറ്റുള്ളവരുമായി സജീവ സൗഹൃദത്തിലായിരിക്കാനുള്ള ഉത്തരവാദിത്വവും സ്വീകരിക്കുകയാണ്. നമുക്കൊരു വചനം കിട്ടിക്കഴിഞ്ഞ് ഇതിനർത്ഥം ആദ്യമായിട്ട് എനിക്കാണ് മനസ്സിലായത് എന്ന മട്ടില് വ്യാഖ്യാനിച്ച് പുതിയ സമുദായങ്ങൾ ഉണ്ടാക്കി പോകാൻ പാടില്ല. കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് കൂട്ടായ്മയിലായിരിക്കണം. ഇത് സഭയിലായിരിക്കേണ്ടതിന്റെ പെരുമാറ്റച്ചട്ടമാണ്. രക്ഷ പ്രാപിക്കണമെങ്കിൽ സഭയിലൂടെ തന്നെ പറ്റൂ. ഈ മാമോദീസയിലൂടെ മാത്രമേ പറ്റൂ. അതുകൊണ്ട് പുറത്തു പോയിട്ടുള്ളവർ എന്ത് ന്യായം പറഞ്ഞിട്ട് പുറത്തു പോയിട്ടുള്ളവരാണെങ്കിലും ഈ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരണം. 2 കൊരിന്ത്യർ 8:4, 9:13, ഗലാത്യ ലേഖനം 2:9-10. ഞാൻ പഴയ നിയമത്തിൽ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ എത്രയോ പ്രവാചകന്മാരാണ് ഇസ്രായേലി സമുദായത്തെ നിശിതമായി വിമർശിച്ചിരിക്കുന്നത്. പക്ഷെ അവരാരും പുതിയ ഓരോ സമുദായം ഉണ്ടാക്കി ഇസ്രായേലി സമുദായത്തിൽ പുറത്തു പോയില്ല. അവര് സമുദായത്തെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, തെറ്റുകളെ, പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും പുറത്തുപോയി സമുദായം ഉണ്ടാക്കി കത്തോലിക്ക സഭയിൽ അല്ലേ ആ സമുദായത്തിൽ രക്ഷിക്കപ്പെട്ട സമുദായത്തിൽ പുറത്തു പോയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് കത്തോലിക്ക സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, പലതും വിമർശിക്കപ്പെടേണ്ടതുണ്ട്. ഞാൻ വിമർശിക്കുന്ന ഒരാളാണ് താനും. പക്ഷേ സഭയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വേണം വിമർശിക്കാൻ. സഭയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്കങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത് നമ്മുടെ വിമർശനം കേൾക്കാനായിട്ട് വേറെ വേദികൾ ഇല്ലാത്തത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ കേട്ട് കാണും ഇല്ലേ, ഈ PROമാര് ഇങ്ങനെ എഴുതും, ഇതൊക്കെ വേണ്ട വേദികളിലാണ് പറയേണ്ടത്, പുറത്തല്ല. വേണ്ട ഒരു വേദി പറയൂ. എവിടെയാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വേദി പറയൂ. നമ്മൾക്ക് ഈ സഭയെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും പറ്റിയ ഒരു വേദി പറയൂ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് നമുക്ക് പരസ്യമായി പറയേണ്ടി വരുന്നത്. നമ്മൾ പറയാനുള്ള ആ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകാത്തവരാണ്. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം നൽകാത്തവരാണ്. അപ്പൊ വേണ്ട വേദികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേദികളില്ല. വേദികളുണ്ട്. ആ വേദികളിലൊക്കെ അവിടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നവരെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ, അവർക്ക് അനിഷ്ടം മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം നമ്മൾ നിശബ്ദരാക്കും. അപ്പൊ അതുകൊണ്ട് ഈ വിമർശിക്കേണ്ടി വരുന്നു. നമുക്ക് ഈ പ്രവാചകന്മാരെ പോലെ പരസ്യമായിട്ട് വിമർശിക്കേണ്ടി വരുന്നു. അതിന് കാരണം അന്നത്തെ രാജാക്കന്മാരെ പോലെ പലപ്പോഴും നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറാകാത്തത് കൊണ്ടാണ്. പക്ഷേ
എന്തൊക്കെ വിമർശിച്ചാലും എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഈ കൂട്ടായ്മയിൽ തെറ്റിപ്പോകാനായിട്ട് പാടില്ല. അതിനാൽ ഇവിടെ എല്ലാം പൊതുസ്വത്ത്, എല്ലാവരും ഏക മനസ്സ്, ഒരൊറ്റ സമൂഹം, പല ആളുകൾ, പല ഭാഷകൾ, പല സംസ്കൃതികൾ, പല സാംസ്കാരിക മുദ്രകൾ, എന്നാൽ വിശ്വാസികൾ ഒറ്റ സമൂഹം. ഒരേ വചനം അവരെ ഒന്നായി കൂട്ടിക്കെട്ടി. സമുദായത്തിലെ വ്യക്തികൾ തമ്മിൽ ഇഴയടുപ്പമുള്ള ബന്ധവും ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ പരസ്പരം സഹായവും ഉളവാകുന്നു. ഇക്കാര്യത്തിലും നമ്മൾ കുറെ കൂടി മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ കുറ്റപ്പെടുത്തുമെങ്കിലും ഈ മുസ്ലിം സമുദായത്തിന് ഒരു ഗുണമുണ്ട്. അവരുടെ സമുദായത്തെ സഹായിക്കും, അവരുടെ സമുദായക്കാരെ സഹായിക്കും. നമ്മൾ അത്തരത്തിൽ നമ്മളൊന്നും വളർന്നിട്ടില്ല. ഉണ്ടായിരുന്നു, നമുക്കതിപ്പം 100,000 കാരണങ്ങൾ കൊണ്ട് അത് മുറിഞ്ഞു പോയി. അത് വീണ്ടെടുക്കപ്പെടേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, അപ്പം മുറിക്കല്. ഹേ ക്ലാസിസ് ടു അർട്ടു എന്നാണ് ഗ്രീക്കില്. ഹേ ക്ലാസിസ് ടു അർട്ടു. അർട്ടോസ് എന്ന് പറഞ്ഞാല് ബ്രെഡ്, അപ്പം. ക്ലാസിസ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ബ്രേക്ക്, മുറിക്കുക. ആദിമസഭയില് വിശുദ്ധ കുർബാന അറിയപ്പെട്ടിരുന്നത് ഈ പേരിലാണ്. ഇത് വെറും ഒരു വിരുന്നോ സാധാരണ ഭക്ഷണമോ സദ്യയോ ഒന്നുമല്ല. ഉത്തിരൻ അപ്പം മുറിച്ചപ്പോൾ, അല്ലെ, അപ്പം എടുത്ത് മുറിച്ചപ്പോൾ അവർ അവനെ തിരിച്ചറിഞ്ഞു എന്നാണല്ലോ തിരുവചനം എഴുതിയിരിക്കുന്നത്. ലൂക്കാസ് 24, 30, 31, 35. അപ്പം മുറിച്ചപ്പോൾ അവരെ തിരിച്ചറിഞ്ഞു. സാധാരണ അപ്പം മുറിക്കലാണോ അത്? വിശുദ്ധ കുർബാനയല്ലേ എമ്മാവൂസില്? അപ്പൊ അപ്പം മുറിക്കലും സാധാരണ ഭക്ഷണത്തിൽ പങ്കുചേരലും രണ്ടും രണ്ടാണെന്ന് ഈ അധ്യായം തന്നെ, 2-ാമത്തെ അധ്യായം 46 രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഇച്ചിരി വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞിട്ട്. 4-ാമത്തത് പ്രാർത്ഥന. പ്രൊസെവു ഹേ എന്നാണ് ഗ്രീക്ക്. പ്രൊസെവു ഹേ. പ്രോസ് എന്ന് പറഞ്ഞാല് ടുവേർഡ്, അല്ലേ, അങ്ങോട്ട്, ഒരു മുന്നോട്ടുള്ള ചലനമാണ് പ്രോസ്. അതായത് ഒരാളുടെ അടുക്കലേക്ക് വരിക, ഒരാളുടെ അടുക്കലേക്ക് പോകുക, സമീപിക്കുക, മുഖാമുഖം സംസാരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തേക്ക് ചെല്ലുക, ഒരുമിച്ചിരിക്കാൻ വേണ്ടി ചെല്ലുക. ഇതാണ് പ്രോസ് എന്ന വാക്കിന്റെ അർത്ഥം. എവുഹ എന്ന് പറഞ്ഞാല് ആഗ്രഹം പ്രകടിപ്പിക്കുക, മോഹം അവതരിപ്പിക്കുക, ഒരു വ്രതം ഉണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ അപേക്ഷ. അപ്പൊ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വന്ന് അടുത്തേക്ക് വന്ന് വളരെ ഇന്റിമേറ്റ് ആയിട്ട് ഇരുന്ന് ഒരുമിച്ചിരുന്ന് അവരുടെ ആഗ്രഹങ്ങള്, മോഹങ്ങള് പങ്കുവെക്കുന്നതാണ് പ്രൊസവഹ എന്ന് പറയുന്ന പ്രാർത്ഥന. അത് പല രൂപങ്ങളെടുക്കാം. ഒരു സഹായത്തിന് വേണ്ടിയുള്ള അപേക്ഷയാകാം. അത് ദൈവത്തോടാകുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അറിയിക്കാം. ദൈവത്തിന്റെ അടുക്കൽ വന്ന് മുഖത്തോട് മുഖം ഇരുന്ന് അവനോട് സംഭാഷണത്തിൽ ഏർപ്പെട്ട് നമ്മുടെ മോഹങ്ങൾ അറിയിക്കുക, നമ്മുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കുക. ദൈവം ദൈവത്തിന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും നമ്മളുമായിട്ട് പങ്കുവെക്കും. അപ്പൊ ദൈവം ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നു, നാം നമ്മുടെ മോഹങ്ങൾ ദൈവത്തോട് പങ്കുവെക്കുന്നു. ഇങ്ങനെയുള്ളൊരു പരസ്പരം അത് പങ്കുവെക്കാൻ വേണ്ടി ദൈവം നമ്മുടെ അടുത്തേക്കും നാം ദൈവത്തിന്റെ അടുത്തേക്കും പോകുന്നു. ഇതിനെ പ്രാർത്ഥന എന്ന് പറയുള്ളൂ. ആരാധനക്രമവും ലിറ്റർജിയും പ്രാർത്ഥനയും തമ്മിൽ അന്തരമുണ്ട്. പലപ്പോഴും വലിയ ആളുകൾക്ക് ഈ അന്തരം മനസ്സിലായിട്ടില്ല. വലിയ പണ്ഡിതന്മാരൊക്കെയാണ്, പക്ഷെ പ്രാർത്ഥന തന്നെയല്ലേ ലിറ്റർജി തന്നെയല്ലേ പ്രാർത്ഥന എന്നൊക്കെ പറയും. അല്ല, ലിറ്റർജിക്ക് വേറെ വാക്കാണല്ലോ, ലൈത്തുർഗിയാന്നാ. ഇത് പ്രൊസവുകനാണ്. രണ്ടും ഒന്നാണെങ്കിൽ ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നില്ലേ? ആ ലിറ്റർജിയും പ്രാർത്ഥനയും രണ്ടും രണ്ടാണ്. ദൈവം ചരിത്രത്തിൽ ചെയ്ത രക്ഷാ സംഭവങ്ങള് അതെല്ലാം ഓർത്തുകൊണ്ട് അവയ്ക്ക് ഭാവിയുമുള്ള ബന്ധം അനുഷ്ഠിക്കുന്നതിലൂടെ ആ രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ലിറ്റർജി എന്ന് പറയുന്നത്. ദൈവം ചരിത്രത്തിൽ ചെയ്ത രക്ഷാസംഭവങ്ങൾ, ആ രക്ഷാകരമായ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവയ്ക്ക് ഭാവിയുമുള്ള ബന്ധം അനുഷ്ഠിക്കുന്നതിലൂടെ ആ രഹസ്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതാണ്, അല്ലെങ്കിൽ ക്രിസ്തു നമ്മെ പ്രവേശിപ്പിക്കുന്നതാണ്, ക്രിസ്തു തന്റെ രക്ഷാ രഹസ്യങ്ങളിലേക്ക് നമ്മെ എടുത്തു വെക്കുന്നതാണ് ലിറ്റർജി. പ്രാർത്ഥനയോ ഈ ലിറ്റർജിയുടെ വെളിച്ചത്തിൽ, അത് പ്രധാനപ്പെട്ടതാണ്, ലിറ്റർജിയുടെ വെളിച്ചത്തിൽ, ഭൂതകാലത്തിന്റെയും ഭാവിയുടെയും വെളിച്ചത്തിൽ ദൈവം എന്നിൽ ഇപ്പോൾ ഈ വർത്തമാനത്തിൽ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ദൈവവുമായി ചർച്ച ചെയ്യുന്നതും ദൈവത്തോട് മോഹങ്ങൾ പങ്കുവെച്ച് ദൈവം നമ്മളോട് മോഹങ്ങൾ പങ്കുവെച്ച് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോ ദൈവത്തോടൊപ്പം സംഗീതവും നൃത്തവും ഒക്കെ ചെയ്യാൻ ഈ പ്രാർത്ഥനയ്ക്ക് പറ്റും, പ്രാർത്ഥനയിൽ പറ്റും. ലിറ്റർജിയിൽ പറ്റില്ല. ലിറ്റർജിയിൽ അതിന് ദൈവം കൈമാറിയത്, കർത്താവീശംശ കൈമാറിയത് കൊണ്ട് നമ്മുടെ തിരുവചനം പോലെയാണ് ലിറ്റർജി. അതിൽ കൂട്ടിച്ചേർക്കൽ നടത്താൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ സഭ നിശ്ചയിക്കുന്ന തരത്തിൽ സഭ നൽകിയിട്ടുണ്ട്. സഭയ്ക്കുള്ള അധികാരം താക്കോല് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് നൽകാൻ പറ്റും. സഭ നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല, മാർപ്പാപ്പയ്ക്ക് പോലുമില്ല. അതാണ് ഇത്. ഈ മാർപ്പാപ്പയേക്കാളും വലിയ ആളുകളാണെന്ന് കരുതിയിട്ടാണ് ചില അച്ഛന്മാര്
ഈ ലിറ്റർജിയിൽ കൂട്ടിച്ചേർക്കൽ നടത്തണേ. അത് പറ്റില്ല. ഈ ആദിമസഭയിൽ അവർ ഒരുമിച്ച് പഠിച്ചു, ഒന്നിച്ച് ജീവിച്ചു, ഒന്നിച്ച് ആഹാരം കഴിച്ചു, ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇതിനെയാണ് സഭാത്മക ജീവിതം എന്ന് വിളിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദ്യകാലത്തെ വിശ്വാസികള്, ക്രൈസ്തവ വിശ്വാസികള് ഒരു കുടുംബമായി ജീവിച്ചു. ആ കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ആ കുടുംബത്തിനകത്തു നിന്നുള്ള പ്രശ്നങ്ങളായിരുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം 950, 1329, 2624 നിങ്ങൾക്ക് വായിക്കാം. ഈ അപ്പം മുറിക്കൽ നമുക്ക് ഒന്നുകൂടി വിശദമായി കാണണം. കാരണം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, ക്രിസ്റ്റ ഡെൽഫിയൻസ് ഇവരെല്ലാം പറയുന്നത് ഈ വിശുദ്ധ കുർബാന എന്നൊരു കുർബാന ഇല്ലെന്നും അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ യഹൂദരുടെ സാധാരണ അപ്പം ആയിരുന്നെന്നും അത് സാധാരണ യഹൂദര് കുടുംബത്തിൽ കഴിച്ചിരുന്ന ഭക്ഷണമാണ്, അതിന് വിശുദ്ധ കുർബാന എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് ഈ അവര് പൗരോഹിത്യവും അല്ലേ മെത്രാനായിരിക്കണം എന്നൊക്കെ അവർ പറയും. മെത്രാനായിരിക്കുന്ന ആള് ഒരു ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്നൊക്കെ വലിയ കാര്യം പറയും. പക്ഷെ അവർക്ക് മെത്രാന്മാരും ഇല്ല, പുരോഹിതന്മാരും ഇല്ല. പൗരോഹിത്യം അവർ നിഷേധിച്ചിരിക്കുന്നു. രാജകീയ പൗരോഹിത്യമുണ്ട്, ആത്മാരുടെ പൗരോഹിത്യമാണ്, ശുശ്രൂഷ പൗരോഹിത്യമില്ല എന്നെല്ലാം പറഞ്ഞ് മെത്രാൻ വേണം, പക്ഷെ ശുശ്രൂഷ പൗരോഹിത്യം വേണ്ട. ഇങ്ങനെ വൈരുദ്ധ്യമാണ് ഈ പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരൊക്കെ പഠിപ്പിക്കുന്നത്. അവര് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഒന്നാണ് അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞാൽ സാധാരണ യഹൂദ ഭക്ഷണമാണ്, വിശുദ്ധ കുർബാനയല്ല. അവരുടെ ആർഗ്യുമെന്റ് തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ വ്യാഖ്യാനം ഞാൻ നൽകുകയാണ്. ഈ ലൂക്കാസ് 24:35, സ്ലീഹന്മാർ നടപടി 2:42, 2:46, 27, 1 കൊരിന്ത്യർ 10:16 എന്നിവിടങ്ങളിലൊക്കെ ഈ അപ്പം മുറിക്കൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കാനാണ്. പക്ഷെ ഇവർ അങ്ങനെയല്ലെന്ന് പറയണം. ഒരു സമുദായം സമ്മേളിക്കുമ്പോൾ പൊതുവായി കഴിക്കുന്ന വെറും ഭക്ഷണമാണിത് എന്നാണ് അവരുടെ വ്യാഖ്യാനം, അല്ലെങ്കിൽ ഒരു പ്രതീകാത്മക പ്രവൃത്തി. ചില സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും പൊതുവായ ഭക്ഷണത്തെ ലൂക്കാസ് ഈ വാക്ക് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ അതിനെ ആഹാരം അല്ലെങ്കിൽ ഭക്ഷണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണം സ്ലീഹന്മാർ നടപടി 2:46. തീർച്ചയായിട്ടും യഹൂദരുടെ ഉത്സവ പ്രതീതി ഉണർത്തുന്ന വിരുന്നുകളെ അപ്പം മുറിക്കൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എല്ലാ ദിവസത്തെ അപ്പമല്ല, പെരുന്നാൾ ദിവസത്തെ. യഹൂദരുടെ പെരുന്നാൾ ദിവസത്തെ ഭക്ഷണത്തെ, സദ്യയെ അപ്പം മുറിക്കൽ വിശേഷിപ്പിച്ചിരുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ യേശു ചെയ്ത 2 കാര്യങ്ങളിലൂടെ ക്രിസ്തുവിന്റെ അപ്പം മുറിക്കലിന് പുതിയ അർത്ഥം കൈവന്നു. യഹൂദര് അവരുടെ ഉത്സവ ദിനങ്ങളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയിരുന്നു. പക്ഷെ ആ പശ്ചാത്തലത്തിൽ യേശു 2 കാര്യങ്ങൾ ചെയ്തു. യേശു 2 പുതിയ കാര്യങ്ങൾ ചെയ്തതിലൂടെ യഹൂദരുടെ അപ്പം മുറിക്കല് ക്രിസ്ത്യാനികളുടെ കുർബാനയായിട്ട് രൂപാന്തരപ്പെട്ടു. ഏതാണ് യേശു ചെയ്ത 2 കാര്യങ്ങൾ? 1, അന്ത്യത്താഴത്തിൽ വെച്ച് യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരം ആകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ലൂക്ക 22:19. ഇതിന്റെ അർത്ഥം എന്തെന്ന് യേശു മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ നൽകാനിരിക്കുന്ന അപ്പം ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എന്റെ മാംസമാകുന്നു. യോഹന്നാൻ 6:51. ഇത് പ്രതീകാത്മകമായ അർത്ഥത്തിലല്ലെന്നും ശരിയായ അർത്ഥത്തിലാണ്, യഥാർത്ഥ അർത്ഥത്തിലാണെന്നും വളരെ വിശദമായി യേശു അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. യോഹന്നാൻ 6:54 അവിടെ എസ്തിയോ എന്ന വാക്ക്, ഭക്ഷണം കഴിക്കുന്ന ആ വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് ഈ എലിയൊക്കെ ഭക്ഷണം കഴിക്കില്ലേ, അതുപോലെ ഗ്നാവ് എന്ന് ഞാൻ പറയുന്നത് അതിന്റെ സ്പെല്ലിംഗ് മനസ്സിലാക്കാനാണ്. GNAW സ്പെല്ലിംഗ്, ഉച്ചാരണം നാവ് എന്നാണ്, ഗ്നാവ്. ആ സ്പെല്ലിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത് 4 പ്രാവശ്യം. അതായത് ശരിക്കും ഭക്ഷണം കഴിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളരെ റൂഡായിട്ടുള്ള അല്ലേ ഒരല്പം അപരിഷ്കൃതമായ വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നത്. പ്രതീകാത്മക അർത്ഥത്തിൽ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാംസം കൊത്തിപ്പറിക്കാനാണ്, പരിഹസിക്കാനാണ്. അപ്പം പ്രതീകാത്മക അർത്ഥത്തിൽ അല്ല അത് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിനെ പരിഹസിക്കാന്നാണോ കർത്താവ് ഉദ്ദേശിച്ചത്? മാംസം ഭക്ഷിക്കുക എന്നുള്ളതിന് പഴയ നിയമത്തില് പ്രതീകാത്മക അർത്ഥത്തിലാണെങ്കിൽ പരിഹസിക്കാൻ അർത്ഥം. നിങ്ങൾ കർത്താവിന്റെ മാംസം ഭക്ഷിക്കുന്ന കർത്താവിന് പരിഹസിക്കാനാ കർത്താവ് പറയണേ? അല്ല, മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷിക്കാന്ന് തന്നെയാണ്, തിന്നുക എന്നർത്ഥം. അതാണ് കർത്താവ് പറഞ്ഞത്. 2, മരിച്ചവരിൽ നിന്നുള്ള തന്റെ ഉത്ഥാനത്തിന് ശേഷം സ്ലീഹന്മാരോടൊപ്പം ഭക്ഷണം തിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഉടൻ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. വഴിയിൽ വെച്ച് സംഭവിച്ചതും അവൻ അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവന് തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു പറഞ്ഞു. ലൂക്കാസ് 24, 30, 31, 35. മരണത്തിന് മുമ്പും ഉത്ഥാനത്തിന് ശേഷവും യേശു അപ്പം മുറിക്കുന്നു. ആ അപ്പം മുറിക്കലിലൂടെ ശിഷ്യന്മാര് ഉത്ഥിതനെ തിരിച്ചറിയുന്നു. ഇത് വെറുമൊരു ആചാരമാണോ? വെറുമൊരു ഭക്ഷണമാണോ?
ഇത് പൊതുവായ ഒരു ആഹാരം കഴിക്കലാണോ? അല്ല. ചുരുക്കത്തില് അന്ത്യത്താഴത്തിൽ യേശു ചെയ്ത വിശേഷപ്പെട്ട പ്രവൃത്തിക്ക് ശേഷവും എമ്മാവസിൽ വെച്ച് ഉത്തിതനായ യേശു ചെയ്ത സവിശേഷ കർമ്മത്തിന് ശേഷവും വിശുദ്ധ കുർബാനയ്ക്കുള്ള മറ്റൊരു ശീർഷകമാണ് അപ്പം മുറിക്കല്. ക്ലിയറായി ഞാൻ വിചാരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ നടപടി പുസ്തകത്തിലും വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന സാങ്കേതിക പദമാണ് അപ്പം മുറിക്കല്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നാണ് ആ എഴുതിയിരിക്കുന്ന രീതി തന്നെ. നാലിനും ആധ്യാത്മികമായി പൊരുളുണ്ട്. പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. ഈ 4 സംഗതികളും വെറും ആചാരങ്ങളല്ല. ആഴ്ചയുടെ ആദ്യ ദിവസം സഭ ആരാധനയ്ക്കായി സമ്മേളിക്കുന്നതിനെ അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നാണ് വിളിക്കുന്നത്. സ്ലീഹന്മാർ നടപടി 27, 1 കൊരിന്ത്യർ 11:20. അവർ അപ്പസ്തോലന്മാരുടെയും പുരോഹിതന്മാരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുവെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സ്ലീഹന്മാർ നടപടി 16:4. അപ്പസ്തോലന്മാരുടെ പാരമ്പര്യം അനുസരിക്കുകയായിരുന്നു അവര്. 2 തെസ്സലോനിക്കർ 3:6. അതിനാൽ പൗലോസ് ചോദിക്കുന്നു, നാം ആശീർവദിക്കുന്ന ഈ അനുഗ്രഹ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള കൂട്ടായ്മയല്ലയോ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? 1 കൊരിന്ത്യർ 10:16. അന്ത്യത്താഴത്തിലേക്കും എമ്മാവുസിലെ അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്കും കൈ ചൂണ്ടി പൗലോസ് ചോദിക്കുകയാണ്, ഇത് കർത്താവിന്റെ പാനപാത്രമല്ലേ? ഇത് കർത്താവിന്റെ മേശയല്ലേ? 1 കൊരിന്ത്യർ 10:21. ഇത്രയും വചനങ്ങൾ ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാണ് ഇത് യഹൂദരുടെ വെറും ആചാരമാണ്, ഇത് സാധാരണ ഭക്ഷണമാണ് എന്നൊക്കെ ഈ പെന്തക്കോസ്തകാർക്കും യഹോവ സാക്ഷികൾക്കും ഈ കത്തോലിക്ക സഭ വിട്ടുപോയവർക്കൊക്കെ പറയാൻ കഴിയണേ? കർത്താവിന്റെ മേശ, കർത്താവിന്റെ കാസ എന്നെല്ലാം സാധാരണ ഭക്ഷണത്തെക്കുറിച്ച് പറയുമോ? യേശു അന്ത്യത്താഴത്തിൽ വെച്ച് കർത്താവിന്റെ അത്താഴം കഴിച്ച് അത് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അതിന് പുതിയ അർത്ഥം വന്നില്ലേ? ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരുടെ വ്യാഖ്യാനങ്ങൾ. കർത്താവിന്റെ അത്താഴം അവന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ചു. ആദിമസഭ കർത്താവിന്റെ അത്താഴത്തിന് പല ശീർഷങ്ങൾ കൊടുത്തിരുന്നു. അത് കർത്താവിന്റെ മേശയാണ്, കർത്താവിന്റെ കാസയാണ്, അത് ക്രിസ്തുവിന്റെ രക്തത്തിലും ശരീരത്തിലുമുള്ള കൂട്ടായ്മയാണ്, അത് അപ്പം മുറിക്കലാണ്. അതിനാൽ അയോഗ്യതയോടെ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്തവൻ തങ്ങളുടെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. സാധാരണ ഒരു അപ്പം കഴിച്ചാൽ ഈ ശിക്ഷാവിധിയാണോ ഭക്ഷിക്കുക? സാധാരണ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ? അയോഗ്യതയുടെ ഭക്ഷണം കഴിച്ചാൽ അവൻ ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നതെന്ന്. ചുരുക്കത്തിൽ അപ്പം മുറിക്കൽ എന്നത് ഈശോ അപ്പം മുറിച്ചതിന് ശേഷം വിശുദ്ധ കുർബാനയെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് മുൻപ് അത് യഹൂദരുടെ സാധാരണ ഭക്ഷണമല്ല, പെരുന്നാൾ ദിവസത്തെ ഭക്ഷണത്തെ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് 46ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ശ്ലീഹന്മാർ നടപടി 2:46. ഒരു മനസ്സോടെ ദിനം പ്രതി ദേവാലയത്തിൽ ഒന്നിച്ചു വരികയും, ദേവാലയത്തില് അതായത് ക്രിസ്തുധർമ്മത്തിന് ആരംഭകാലത്ത് പ്രാർത്ഥനയുടെയും പ്രബോധനത്തിന്റെയും പൊതുവേദി ജെറുസലേം ദേവാലയമായിരുന്നു. ആദ്യത്തെ ശ്ലീഹന്മാരെല്ലാവരും യഹൂദന്മാരായിരുന്നു. ആദ്യത്തെ ക്രിസ്ത്യാനികളും യഹൂദന്മാരായിരുന്നു. അന്ന് ക്രിസ്ത്യാനികളും യഹൂദന്മാരും നമ്മൾ വേർതിരിവായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ജെറുസലേം ദേവാലയത്തിൽ പോകാമായിരുന്നു. അപ്പോൾ പ്രാർത്ഥന, പ്രബോധനമൊക്കെ ജെറുസലേം ദേവാലയത്തിൽ വെച്ചായിരുന്നു. എന്നാൽ വിശുദ്ധ കുർബാനോട് അർപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചില വ്യക്തികളുടെ വീടുകളിലാണ് സമ്മേളിച്ചത്. വിശുദ്ധ കുർബാനോട് അർപ്പിക്കാൻ പറ്റില്ലല്ലോ. 20 ശ്ലീഹന്മാർ നടപടി 27:8, 1 കൊരിന്ത്യർ 11, 17, 22. അതിനാണ് ഗൃഹസഭകള്, ഹൗസ് ചർച്ചസ് എന്ന് പറഞ്ഞിരുന്നത്. ക്രിസ്തുവർഷം 313 വരെ അങ്ങനെയായിരുന്നു. അപ്പൊ ക്രിസ്തുവർഷം 313 മുമ്പ് നമുക്ക് ശരിക്കും ക്രിസ്തീയ ദേവാലയങ്ങൾ ഇല്ല. എങ്കിലും ആദ്യമ ഈ യേശു അന്ത്യത്താഴം കഴിക്കുകയും അവിടെ ഈ ജെറൂസലേമിൽ സമ്മേളിക്കുകയും ചെയ്ത ആ മുറികൾക്കൊക്കെ ഒരു ക്രിസ്തീയ കെട്ടുമട്ടുണ്ടായിരുന്നു. പക്ഷെ ദേവാലയം നമുക്ക് പണിയാൻ പറ്റിയത് ക്രിസ്തു ധർമ്മത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ AD 313 മുതലാണ്. ജെറൂസലേമിൽ യേശുവിന്റെ പ്രാർത്ഥനയുടെയും ചർച്ചയുടെയും വേദിയായിരുന്നു പഴയ ഉടമ്പടിയുടെ വാസ്തുശില്പ മാതൃകയായ ജെറൂസലേം ദേവാലയം. അപ്പസ്തോലന്മാരുടെ സഭാ സമ്മേളനത്തിന്റെ വേദിയും അതുതന്നെയാണ്. കാരണം പഴയ നിയമത്തിൽ നിന്ന് യേശുവിൽ നിന്ന് സ്ലീഹന്മാരിലേക്കും വിശുദ്ധ പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ കണ്ടിന്യൂറ്റി നമ്മൾ പലപ്പോഴും കേൾക്കുന്ന, എറണാകുളത്തൊക്കെ കേൾക്കുന്ന വലിയൊരു ആർഗ്യുമെന്റ് ആണ്, ഇതൊക്കെ പഴയ നിയമത്തിലെ ആചാരങ്ങളല്ലേ? പഴയ നിയമത്തിലെ ആചാരങ്ങൾ ഒന്നും നമുക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് പഴയ നിയമം? ഈ മാർക്സിയൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. 144 അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കി. എന്തുകൊണ്ടാണ് കാരണം എന്നറിയോ? അദ്ദേഹം പഴയ നിയമം വേണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ആളുകൾ പലരും പഴയ നിയമം വേണ്ടെന്ന് വിചാരിക്കുന്നവരാ. പഴയ നിയമമാണ് യേശുവിന്റെ ബൈബിള്, മറിയത്തിന്റെ ബൈബിള്, തോമാസ്ലിയുടെയും പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ ബൈബിള് പഴയ നിയമമാണ്. അത് വേണ്ടെന്ന് പറയാണ്. പഴയ നിയമത്തിലെ ആചാരമല്ലേ? പഴയ നിയമത്തിലെ ആചാരങ്ങൾ ഒന്നും തന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ബൈബിള്?
ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ റദ്ദാക്കാൻ അല്ല വന്നെന്ന കർത്താവ് പറയണേ. പക്ഷെ നമ്മുടെ ആളുകൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുക, അവരുടെ തോന്നിയാസം നടക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഈ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്കുള്ള തുടർച്ച ലംഘിക്കാൻ കഴിയില്ല. പഴയ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട സ്ഥാപനമായ ദേവാലയത്തിൽ യേശു അവന്റെ 12 പേരും ആയിരിക്കുന്നതിലൂടെ ദൈവശാസ്ത്രപരമായി അതിൽ അവകാശം സ്ഥാപിക്കുകയാണ്. അതായത് യഥാർത്ഥ ദേവാലയം യെരൂസലേമിലെ കെട്ടിടമല്ല, യെരൂസലേമിൽ കുരിശിൽ മറ്റ യേശുവാണ്. അവനിലായിരിക്കുന്നവർ ദേവാലയത്തിലായിരിക്കുകയാണ്. അവനിലായിരിക്കുന്നത് വചനത്തിലൂടെയും വചനത്തിന് ജീവൻ വയ്ക്കുന്ന കൂദാശയിലൂടെയുമാണ്. യേശുവിലായിരിക്കുക എന്നുള്ളതാണ് ദേവാലയം. യേശുവിലായിരിക്കുന്നവര് ഒരുമിച്ച് വരുമ്പോൾ അത് ആ സ്ഥലവും ദേവാലയമായിട്ട് മാറും. ആ ദേവാലയത്തിന് ഏത് രൂപം വേണം? വെളിപാട് പുസ്തകത്തിൽ 4-5 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിന്റെ രൂപം വേണം. വെറുതെ ഒരു ചുമര് ഉണ്ടാക്കി ഒരു കുരിശ് വെച്ചാൽ ദേവാലയമാകില്ല. സ്വർഗത്തിന്റെ ഒരു ഭൂമിയിലെ സ്വർഗത്തിന്റെ പ്രതീകം ഭൂമിയിൽ ഉണ്ടാകണം. കാരണം യെരൂസലേമിൽ കർത്താവ് മരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ കുരിശ് അവിടെ സ്വർഗത്തിൽ എന്തുണ്ടായി? കുഞ്ഞാട് സിംഹാസനത്തിന് മുമ്പിൽ ഏക മധ്യസ്ഥനായി നിൽക്കുന്നു. താഴെ കുരിശിലെ കർത്താവ് കിടക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം സ്വർഗത്തിലുമുണ്ട്. ഇതാണ് ഒരിക്കൽ എന്നേക്കുമായി. ഒരിക്കലാണ് യെരൂസലേമിൽ മരിച്ചത്, പക്ഷെ അത് എന്നേക്കുമായിട്ട് സ്വർഗത്തിൽ നിലനിൽക്കുകയാണ്. അപ്പൊ സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രതീതി സൃഷ്ടിക്കുകയാണ് ദേവാലയത്തില്. അപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്നവരാണ് ദേവാലയം. അങ്ങനെ ക്രിസ്തുവിലായിരിക്കുന്ന ക്രിസ്ത്യാനികൾ എല്ലാവരും ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിന് സ്വർഗത്തിന്റെ പ്രതീതി ഉണ്ടാകണം. ഒരു സാധാരണ മുറിയിലേക്ക് പ്രവേശിക്കുന്ന പോലെ അല്ല പ്രവേശിക്കേണ്ടതെന്ന് അർത്ഥം. ഇതൊക്കെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അവസാനത്തെ വചനം 2:47. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിനെയും സമൃദ്ധി അനുഭവിക്കുകയും ചെയ്തു. സകല ജനത്തിനെയും സമൃദ്ധി. യഥാർത്ഥ ഇസ്രായേൽ ശേഖരിക്കപ്പെടുകയാണെന്നാണ് ഒരു ധ്വനി. എല്ലാവരും അവരെ സമൃദ്ധിയിൽ അങ്ങനെ സകല ജനത്തിനും സമൃദ്ധി അനുഭവിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരെ അപ്രീഷിയേറ്റ് ചെയ്തെന്നൊന്നും ഒന്നും അല്ല അർത്ഥം. പിന്നാലെ പീഡനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, യഥാർത്ഥ ഇസ്രായേല് ശേഖരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ 3000 പേര് ഒരൊറ്റ ദിവസം തന്നെ ചേർന്നത്. ഈ സ്റ്റെഫാനോസിന്റെ പ്രസംഗം കഴിയുന്നതോടുകൂടിയാണ് ലാർജ് സ്കെയില് 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ലാർജ് സ്കെയിൽ മതപീഡനം ആരംഭിക്കുന്നത്. അതുവരെ ആദിമ സമൂഹത്തിന് ഒരു ജനങ്ങളുടെ സംപ്രീതി ഉണ്ടായിരുന്നു, ആൾക്കാർ ഇങ്ങനെ ചേർന്നുകൊണ്ടിരുന്നു. സ്റ്റെഫാനോസിന്റെ പ്രസംഗം കഴിയുമ്പോൾ വലിയ മതമർദ്ദനം ഉണ്ടായി. അതുവരെ ഈ സംപ്രീതി ഉണ്ടാകുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ മാമോസ സ്വീകരിക്കുന്നവർ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും മിശിഹായുടെ രാജ്യത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഉപയോഗിച്ചിരുന്ന ക്രിയാരൂപം വർത്തമാനകാലത്തിൽ തുടർച്ചയെ സൂചിപ്പിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവർ എന്നല്ല, രക്ഷിക്കപ്പെടുന്നവർ എന്നാണ്. രക്ഷിക്കപ്പെട്ടവർ എന്നല്ല, രക്ഷിക്കപ്പെടുന്നവർ. രക്ഷിക്കപ്പെടൽ ഒരൊറ്റ നിമിഷത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അതൊരു പ്രക്രിയയാണ്. അതിന്റെ ആരംഭ നിമിഷമാണ് മാമോദീസ. വീണ്ടും ഞാൻ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ആളുകള് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ലെന്ന് പറഞ്ഞു നടക്കുക. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് രക്ഷിക്കപ്പെടൽ അല്ല. രക്ഷിക്കപ്പെടൽ ഒരു പ്രക്രിയയാണ്, ഒരു ജീവിതമാണ്, ജീവിത ശൈലിയാണ്, ജീവിത രീതിയാണ്. കർത്താവ് രക്ഷിക്കണം നമ്മളെ. അങ്ങനെ കർത്താവ് രക്ഷിച്ചിട്ട് ഒരു സമുദായത്തിലേക്ക് വെക്കുന്നതാണ് മാമോദീസ. കർത്താവ് നമ്മളെ രക്ഷിച്ചിട്ട് കർത്താവിലേക്ക് തന്നെ ഉൾച്ചേർക്കുന്നതാണ് മാമോദീസ. പക്ഷെ അങ്ങനെ ആ നിമിഷം മാത്രം മതിയോ? നമ്മൾ ജനിച്ചാൽ മാത്രം മതിയോ? ജീവിക്കണ്ടേ? സാധാരണ ബയോളജിക്കൽ ലൈഫ് ഞാൻ പറയണേ, ജീവിക്കണ്ടേ? നമ്മൾ ജീവിക്കണം. ഇതുപോലെ തന്നെയാണ് ഈ ഉന്നതത്തിൽ ജനിക്കുന്നത് മാത്രം പോരാ, ആ ജനനത്തിൽ വളരണം. അതൊരു പ്രക്രിയയാണ്. മരണം വരെ കർത്താവിൽ മരിക്കുന്നത് വരെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നവർ എന്നാണ് സ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ടവർ എന്നല്ല. ഒരിക്കലായി സംഭവിക്കുകയല്ല, ഒരിക്കൽ സംഭവിച്ച് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്നവരാണ്. ആ രക്ഷ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റും. എങ്ങനെ? മാരകപാപം ചെയ്ത് മാരകപാപത്തിൽ മരിച്ചാല് ഈ രക്ഷ നഷ്ടപ്പെടുകയും ചെയ്യും. അത് ഒരുപാട് പ്രാവശ്യം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. പത്രോസിന്റെ പെന്തക്കോസ്ത് പ്രസംഗം നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുക. സ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിലെ 2 അധ്യായങ്ങളുടെ വ്യാഖ്യാനമാണ് നമ്മളിപ്പോൾ 51 ക്ലാസ്സുകൾ കൊണ്ട് പൂർത്തിയായത്. നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുറച്ച് വൈദികരുത് കേൾക്കുന്നുണ്ട്, അൽമാര് കേൾക്കുന്നുണ്ട്, നോട്ട് കുറിക്കുന്നുണ്ട്. നോട്ടെല്ലാം കുറിച്ച് തന്നെ നിങ്ങൾ സ്വയം എക്യുപ്ഡ് ഈ വചനം പ്രഘോഷിക്കാനും നമ്മുടെ ആളുകൾ വിട്ടുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ ആളുകൾ ഇനി പോകാതിരിക്കാനും. നമ്മുടെ സഭയിൽ 100,000 പ്രശ്നങ്ങളുണ്ടെങ്കിലും രക്ഷ പ്രാപിക്കാൻ കത്തോലിക്ക സഭ തന്നെ ഉള്ളൂ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ട് അതിന് ഉള്ളിൽ നിന്നുകൊണ്ട്, വിമർശനಕ್ಕೆ ഉള്ളിൽ നിന്നുകൊണ്ടാകാൻ, സഭയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ
വിട്ടുപോയാൽ രക്ഷയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. രക്ഷയുടെ സമുദായത്തെ പുറത്തു പോകുകയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വിശ്വാസത്തിന്റെ പോരാട്ടം ഉള്ളിൽ നിന്നുകൊണ്ട് നടത്താൻ, അങ്ങനെ വിശ്വാസത്തിന്റെ പോരാട്ടം നടത്തുമ്പോൾ മറ്റുള്ളവരോട് ഈ സുവിശേഷം പ്രഘോഷിക്കാൻ, ഇതൊക്കെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിളി. ഇത് ഈ കാലയളവിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കാലയളവിൽ അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.